നമ്മളെ ഓണത്തിൻ്റെ ഓർമ്മകൾ അല്ലെങ്കിൽ ഓർമ്മച്ചെപ്പുകൾ തുറക്കുമ്പോൾ പ്രത്യേകിച്ച് മലയാളത്തിൽ മാത്രമേ പറയത്തുള്ളൂ എന്നുള്ളത് ഒരു കാര്യം ആദ്യം അങ്ങ് പറയുക. മംഗ്ലീഷ് ഒന്നും പറയത്തില്ല ഇന്ന്. അപ്പം നമ്മൾ മലയാളത്തിൻ്റെ ഓർമ്മകൾ പറയുമ്പോൾ പലതരമായ കലാരൂപങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നാടകമാണ്, അത് നമുക്ക് മാത്രം അവകാശപ്പെടാവുന്ന ചില കലാരൂപങ്ങളുണ്ട്. അപ്പോൾ പുറകെ നടക്കാൻ പോകുന്ന മാർഗം കളി, പിന്നെ ഓട്ടം തുള്ളൽ, പിന്നെ പറയൂ കഥാപ്രസംഗമാകാം, പിന്നെ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മലയാളത്തിൽ മാത്രം കണ്ടുവരുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ ഒന്നാണ് പദ്യപാരായണം. ഓട്ടം തുള്ളലാകുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ആരെയാണ്? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ ആരാണെന്നറിയോ? കുഞ്ചൻ നമ്പ്യാർ എന്ന് പറഞ്ഞാൽ നമ്പ്യാര് രാജാവിൻ്റെ അടുക്കൽ രാജാവിൻ്റെ രാജധാനിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അന്ന് രാജാവിന് എതിർവാക്കില്ലാത്ത കാലഘട്ടമായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെതായ നർമ്മത്തിൽ കൂടി കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ഒരാളായിരുന്നു ആര്? കുഞ്ഞൻ നമ്പ്യാർ. അപ്പോൾ കുഞ്ഞൻ നമ്പ്യാരുടെ ഓട്ടം തുള്ളലിൽ പറയുന്നുണ്ട്. എന്താ പറയണേ? ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. സാപ്പാട് ശരിയാകാഞ്ഞപ്പോൾ പയ്യെ നിനക്കും പക്കത്താണോ ഊണെന്ന് എന്ന് പറഞ്ഞാൽ പശു അത് കുറച്ച് ഇളകിയൊക്കെ വിസർജനം ചെയ്തപ്പോൾ ഇവരൊരു രാജാവിനോട് മുഖം നോക്കി പറയാൻ പറ്റുമോ ഭക്ഷണം ശരിയില്ലാന്ന്? അദ്ദേഹം അതിനുവേണ്ടി പറഞ്ഞതാണ് പയ്യെ നിനക്കും പക്കത്താണോ ഊണ് എന്ന് പറഞ്ഞാൽ രാജധാനിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടാണോ നീയും ഈ രീതിയിൽ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും അങ്ങനെ തന്നെയാണ്. അതിന് ഒരു കാര്യം പറയാം. ഉള്ളത്തിൽ പയമേത് മൂലം വെള്ളത്തിൽ ചിലർ പൊളിയൊടിച്ചു, മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊണ്ണന്മാർ ചിലർ അവിടെ ഒളിച്ചു. ഞാനിതല്ല പറയാൻ പറ്റുന്നത് കേട്ടോ. ഞാൻ പറയാൻ പോകുന്നത് ബൈബിൾ ബേസ് ആയിട്ട് ഉള്ള ഒരു പദ്യപാരായണം. ഒരു ഓട്ടം തുള്ളലിൻ്റെതായ ഒരു ഒന്നാണ്. അതിന് കൃതി എഴുതിയത് ആരാന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഇത് ഇന്റർനെറ്റിൽ നോക്കിയാലും കാണാൻ പോകുന്നില്ല. അധ്യായം ഞാൻ പിന്നെ പറയാം. കഴിയുന്നവര് അത് ഗ്രഹിച്ചെടുക്കുക. പണ്ടൊരു ധനവാൻ മോടികളോടെ മേടകൾ കെട്ടി പാർത്തതിമോദം. പണ്ടൊരു ധനവാൻ മോടികളോടെ മേടകൾ കെട്ടി പാർത്തതിമോദം. പട്ടും ധൂമപ്പട്ടുമുടുത്തതിമോദമത്തോടെ നടക്കും നാട്ടിൽ. കെട്ടിയ പെണ്ണും കുട്ടികളവരും പട്ട് നൈലോൺ ചുറ്റി നടക്കും. തോട്ടം പലതുണ്ടവരുടെ പേരിൽ, നേട്ടം അതെല്ലാം അവരുടെ സ്വന്തം. പട്ടാളം പോൽ കാത്തുകിടക്കും പട്ടികളാറുണ്ടവരുടെ വീട്ടിൽ. പട്ടാളം പോൽ കാത്തുകിടക്കും പട്ടികളാറുണ്ടവരുടെ വീട്ടിൽ. പടിവാതിക്കൽ പട്ടിണിയോടെ ലാസർ കിടന്നു. പൊട്ടിയ വയറും ചൊട്ടിയ കവളും ഒട്ടല്ലനവധി വണ്ണങ്ങളും അവനുടെ ദേഹമതെല്ലാം. പട്ടികൾ വന്നോ നക്കും നിത്യം. അന്നൊരു നാളിൽ ലാസർ മരിച്ചു. അന്നേരം ചിലർ വലിച്ചെടുത്തു. മണ്ണ് പിളർന്നൊരു കുഴിയുണ്ടാക്കി വിണ്ണനം തന്നിൽ അടക്കി ചെമ്മേ. അന്നൊരു നാളിൽ ലാസർ മരിച്ചു. അന്നേരം ചിലർ വലിച്ചെടുത്തു. മണ്ണ് പിളർന്നൊരു കുഴിയുണ്ടാക്കി വിണ്ണനം തന്നിൽ അടക്കി ചെമ്മേ. അവനെ മാലാഖമാരെടുത്തു അബ്രഹാം തൻ മടിയിലിരുത്തി. പെട്ടെന്നൊരു നാൾ ധനവാൻ മരിച്ചു. പത്രക്കാരും തത്രേ വന്നു. പത്രദ്വാര പരസ്യം ചെയ്തു. തീരാ നഷ്ടം നമ്മുടെ നാടിന്, തോരാ കണ്ണീർ വിലാപയാത്ര. മുത്തുക്കുടയുമേന്തി മുത്തുക്കുടയും കുരിശുമേന്തി മെത്രാന്മാരും അച്ഛന്മാരും ചൊല്ലി മന്ത്രം ചൊല്ലി നല്ലൊരു കല്ലറ തന്നിൽ അടക്കി ചെമ്മേ. മാലാഖമാർ അവനെ എടുത്തു നരകം തന്നിൽ പോയി. യാതന കൊണ്ട് വലഞ്ഞു ധനവാൻ വേദനയോടെ നോക്കി മേലെ. അബ്രഹാം തൻ മടിയിലിരിക്കും ലാസറെ കണ്ടു. അന്നേരം ധനവാൻ കേണു. അബ്രഹാം പിതാവേ എന്നോടൽപ്പം കരുണയുണ്ടാകണമേ. അബ്രഹാം പിതാവേ എന്നോടൽപ്പം കരുണയുണ്ടാകണമേ. എന്നുടെ നാവ് വരണ്ടു വെള്ളത്തിനായി. തന്നുടെ മടിയിലിരിക്കും ലാസരൻ വിരൽ മുക്കി അല്പജലം എന്നുടെ നാവിൽ നനവിക്കണം. അബ്രഹാം സാധ്യമല്ല, സ്വർഗത്തിനും നരകത്തിനും നടുവിൽ വരത്തുപോക്കു സാധ്യമല്ല. ധനവാൻ എന്നാൽ അവനെ ഇന്നേ തന്നെ നമ്മുടെ വീട്ടിൽ അയക്കണം.
എന്നുടെ 5 സഹോദരന്മാർ അവിടെ ഉണ്ട്, അവർ ഇവിടെ വരാതിരിക്കുവാൻ. അബ്രാം മോശാപവാചകന്മാർ ചിലർ ചെന്ന വാക്കുകൾ കേൾക്കാത്തവർ ലാസർ തൻ വചനം കേൾക്കുമോ? ധനവാൻ അല്ലല്ല പിതാവേ, മരിച്ചോർ ചെന്നുര ചെയ്താൽ അവർ കേൾക്കും. അബ്രാം മോശ തൻ വാക്ക് കേൾക്കാത്തവർ മരിച്ചോർ തൻ വാക്കു കേൾക്കയില്ല. ഇതിന്റെ ഭാഗം ഏതാണെന്ന് മനസ്സിലായോ? ധനവാനും ലാസറും ലൂക്കസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. വാക്യങ്ങളുടെ തുള്ളൽ രൂപത്തിലുള്ള കഥയാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അതിനോട് പറയാം, ഇല്ലെങ്കിൽ കിടന്നു പോകാം. വേണ്ട, മാമ്പഴം വേണ്ട. ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, സമയ ചുരുക്കം മൂലം വേറെ കവിത അവതരിപ്പിക്കുന്നില്ല. താങ്ക് യു വെരി മച്ച്.